ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. നമുക്ക് ഇന്നൊരു അടിപൊളി വെട്ടപ്പം സ്നാക്സ് ഉണ്ടാക്കിയാലോ. വൈകുന്നേരത്തിന് കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ പറ്റുന്ന അടിപൊളി സ്നാക്സ് ആണ്. എല്ലാവരും തയ്യാറാക്കി നോക്കണേ. അതിന് നമുക്ക് ആവശ്യമായ സാധനങ്ങൾ 2 കപ്പ് മൈദയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. 1 കപ്പ് മൈദ ഇട്ട് ഉണ്ടാക്കുന്നവർക്ക് 1 കപ്പ് മൈദ ഇട്ട് ഉണ്ടാക്കാം കേട്ടോ. ഞാനപ്പോൾ 2 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ആവശ്യമായ ഉപ്പും 1 ടീസ്പൂൺ നെയ്യും കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നല്ല പോലെ അത് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. നല്ല പോലെ മിക്സ് ചെയ്തിട്ട് അതിൽ കുഴച്ചെടുത്ത് എല്ലാ ഭാഗത്തും എത്തിക്കുന്നുണ്ട്. പിന്നെ 1 കപ്പ് വെള്ളം എടുത്തിട്ട് അതിൽ 1/2 കപ്പ് വെള്ളം പോലും നമുക്ക് ആ മൈദയിലേക്ക് ആവശ്യം വരില്ല കേട്ടോ. നമ്മൾ വെള്ളം എടുത്ത് അതിലേക്ക് തന്നെ ഒഴിച്ചത് കാണിക്കാൻ ക്യാമറ ഓൺ ആക്കിയെന്ന് വിചാരിച്ചു പോയിട്ടാ. അപ്പോൾ വെള്ളം ഒഴിച്ച് നല്ല പോലെ അത് കുഴച്ചെടുക്കുന്നുണ്ട്. ചൂടുവെള്ളം ഒന്നുമല്ല കേട്ടോ, പച്ചവെള്ളത്തിൽ ഉപ്പ് നമ്മൾ മൈദയിൽ ഇട്ടതാണ്. പച്ചവെള്ളം കൊണ്ടാണ് നമ്മൾ ഉണ്ടാക്കുന്നത് കേട്ടോ. പച്ചവെള്ളം കൊണ്ട് കുഴക്കുകയാണ് ചെയ്യുക. അപ്പോൾ ഇതിൽ ഏലക്കാപ്പൊടി ഒന്നും ഇടുന്നില്ല. ഏലക്കാപ്പൊടി ഇടണമെന്ന് നിർബന്ധമൊന്നുമില്ല. കാരണം അതിലേക്ക് കരിഞ്ജീരകം ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കരിഞ്ജീരകത്തിൻ്റെ ഫ്ലേവർ തന്നെ ഉണ്ടാകുമ്പോൾ തന്നെ അതിൻ്റെ ടേസ്റ്റ് വേറായി നിൽക്കും കേട്ടോ. അപ്പോൾ നല്ലപോലെ കുഴച്ചെടുക്കണേ. പച്ചവെള്ളം കൊണ്ടായതുകൊണ്ട് തന്നെ കുറച്ച് പ്രയാസമാണ് കുഴച്ചെടുക്കാൻ. പക്ഷേ അങ്ങനെ കുഴച്ചെടുക്കുമ്പോഴാണ് അതിൻ്റെ ടേസ്റ്റ് വരുള്ളൂ കേട്ടോ. ചൂടുവെള്ളം കൊണ്ട് കുഴച്ചാൽ വേറെ ടേസ്റ്റ് ആയിരിക്കും, അതുകൊണ്ടാണ് പറയുന്നത്. അപ്പോൾ പച്ചവെള്ളം കൊണ്ട് കുഴച്ച് ഞാനത് ഇതുപോലെ ആക്കിയെടുക്കുന്നുണ്ട്. നല്ലപോലെ കുഴച്ചെടുക്കണം, നല്ലപോലെ സോഫ്റ്റായി എടുക്കണം. ഞാനപ്പോൾ ഈ പാത്രം മാറ്റിയിട്ട് നമ്മൾ ഷീറ്റ് എടുത്ത് ഇടുന്നുണ്ട് കേട്ടോ. ഷീറ്റിൽ വെച്ചിട്ട് കുഴക്കാൻ വേണ്ടി ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഷീറ്റിലിട്ട് കുഴക്കുമ്പോൾ നമുക്കൊന്ന് നല്ല രീതിയിൽ കുഴച്ചെടുക്കാൻ പറ്റും. അപ്പോൾ ഞാനിതാ നല്ല രീതിയിൽ കുഴച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിനിടയിൽ എനിക്കൊരു പണി കിട്ടി. മോള് കരച്ചിൽ തുടങ്ങി. മോൾക്ക് പാലിന് വേണ്ടി കരയിൽ തുടങ്ങി. അപ്പോൾ ഇത് മാറ്റി വെച്ച് കുറച്ച് എണ്ണ തുടച്ചിട്ട് മാറ്റി വെച്ച്, അല്ലാതെ രക്ഷയില്ല. അല്ലെങ്കിൽ റെസ്റ്റ് ചെയ്യാൻ വെച്ചാൽ അത് ഡ്രൈ ആയി പോകും. അപ്പോൾ നമ്മൾ സ്നാക്ക് റെഡി ആവില്ല. അപ്പോൾ ഞാൻ കുറച്ച് എണ്ണ ഇതാക്കിയിട്ട് മാറ്റി വെച്ച്. മോളെ കരച്ചിൽ മാറ്റണമല്ലോ, വീഡിയോ എടുക്കൽ മാത്രമല്ലല്ലോ. എന്നിട്ട് ഇപ്പോൾ അതെടുത്ത് മോളെ ഉറക്കി അതിന് ശേഷം അത് മാവെടുത്തിട്ട് നമ്മൾ പരത്തിയെടുക്കുക. 2 ബോളാക്കി വെച്ചിട്ടുണ്ട്. എന്നിട്ട് അതിൽ ഓരോന്നെടുത്തിട്ട് പരത്തിയെടുത്തിട്ട് കട്ട് ചെയ്യാണ് ചെയ്യട്ടോ. നമ്മൾ പരത്തി നല്ല വൃത്തിയിൽ പരത്തിയെടുത്തിട്ടുണ്ട്. പരത്തിയത് നല്ല കട്ടി ഉണ്ടാവാൻ പാടില്ല, എന്നാലും അധികവും നമ്മളെ ചപ്പാത്തി പോലെ ആവാനും പാടില്ല, അത്രയും കട്ടി കുറയാനും പാടില്ല കേട്ടോ. ഒരു മീഡിയം ലെവൽ അങ്ങനെ കട്ടിയിൽ വേണം നമ്മൾ പരത്തിയെടുക്കാൻ. അത് പരത്തിയെടുത്തിട്ട് നമ്മൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ സ്ക്വയറാക്കി അത് ഒന്നുപോലെ കൈ കൊണ്ടെടുത്തിട്ട് ഷേപ്പാക്കി വറക്കണേനും കുഴപ്പമൊന്നുമില്ല. അല്ലെങ്കിൽ കട്ട് ചെയ്ത് ഇതാക്കണം. ഞാൻ കട്ട് ചെയ്യാണ് ചെയ്യണം കേട്ടോ. ട്രയാങ്കിൾ ഷേപ്പിലൊക്കെ പല മോഡലിലും കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. നമുക്ക് എങ്ങനെയെങ്കിലും കട്ടായി കിട്ടിയാൽ മതിയല്ലോ, ടേസ്റ്റ് കിട്ടിയാൽ മതിയല്ലോ. അപ്പോൾ ഇതാ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഷേപ്പ് സ്ക്വയർ ആദ്യം നീളത്തിൽ കട്ട് ചെയ്തിട്ട് അതൊന്ന് ചെരിച്ചൊന്ന് കട്ട് ചെയ്തെടുത്തു. അപ്പോൾ പിന്നെ നമ്മളെ ഡയമണ്ട് ഷേപ്പിലൊക്കെ ആയി വന്നിട്ടുണ്ട്. അങ്ങനെ കട്ട് ചെയ്തെടുത്തു. അല്ലാതെ കൂടുതലായിട്ട് ഗ്ലാമർ നോക്കിയിട്ടില്ല. നമ്മളത് കട്ട് ചെയ്തെടുത്ത് കുട്ടി എഴുന്നേൽക്കുമ്പോൾ ചെയ്തൊക്കെ എടുക്കണ്ടേ. അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ ഓരോരുത്തരുടെ ടൈമിനനുസരിച്ച് ഓരോരുത്തരുടെ ഇഷ്ടത്തിനൊക്കെ ഡിസൈൻ ആക്കാം കേട്ടോ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണേ. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഞാൻ ഇതുപോലെ ഷേപ്പ് ചെയ്തെടുത്തിട്ട് ഇത് നീളത്തിൽ കട്ട് ചെയ്യുകയാണ് ചെയ്തത്. എന്നിട്ട് ചിരിച്ച് ഒന്ന് സൈഡാക്കി കട്ട് ചെയ്തപ്പോഴാണ് നമ്മൾക്ക് ഷേപ്പ് കിട്ടിയ കേട്ടോ. ഇത് ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടപ്പെട്ടാൽ ഒന്ന് കമൻറ്റ് ചെയ്യാൻ വേണം. നമ്മൾ യൂട്യൂബിൽ വീഡിയോ ഇടുന്നുണ്ടെങ്കിലും കമൻറ്റൊക്കെ കുറവാണ്, എന്നാലും ലൈക്കൊക്കെ കിട്ടാറുണ്ടെങ്കിൽ കമൻറ്റ് കുറവാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്തും കൂടെ നോക്കണേ. നമ്മൾ ഓരോരുത്തർ റിസൾട്ടൊക്കെ നമുക്കറിയുമ്പോൾ നമുക്കൊരു സന്തോഷമല്ലേ. അപ്പോൾ അതുപോലെ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതുപോലെ നമ്മൾ രണ്ടും കൂടെ കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഇത് കട്ട് ചെയ്തിട്ട് ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ. പാത്രത്തിലേക്ക് ഞാൻ ഒട്ടിക്ക് മാറ്റി വെച്ച് എല്ലാം കട്ട് ചെയ്ത് ഒട്ടിപ്പിടിച്ചിട്ടുണ്ട്. പക്ഷെ ഒട്ടിപ്പിടിച്ചെന്ന് വെച്ചിട്ട് നമ്മൾ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ടെൻഷൻ അടിച്ചിട്ട് ഇത് ഒട്ടിപ്പിടിച്ചല്ലോ ഇനി എന്ത് ചെയ്യും എന്നുള്ളൊരു മനസ്സിൽ വിഷമമൊന്നും ആവശ്യമില്ല. കാരണം നല്ല തിളച്ച എണ്ണയിലേക്കാണ് ഇത് ഇട്ട് കൊടുക്കേണ്ടത്. തിളച്ച എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുമ്പോൾ അതുപോലെ വേറിട്ട് വരും. നമ്മൾ എത്ര ഒട്ടിപ്പിടിച്ചതായാലും വേറിട്ട് വരും. അത് ചെറിയ ചൂടോടെ എണ്ണയിൽ ഇട്ട് കൊടുക്കണമെങ്കിൽ ഒരിക്കലും ഇങ്ങനെ വേറിട്ട് കിട്ടില്ല കേട്ടോ. അതുപോലെ ഇങ്ങനെ ആ ഒന്നിച്ചുള്ളത് പോലെ തന്നെ വേവുള്ളൂ. അപ്പോൾ അത് ഒരു വട്ടം എടുത്ത് രണ്ടാമത്തെ ഇത് ഇട്ടിട്ട് ഞാൻ വറുത്തെടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മളെല്ലാം റെഡി ആയിട്ട് വന്നിട്ട് നല്ല ടേസ്റ്റി വിഭവമാണ്. എല്ലാവരും ചെയ്ത് നോക്കണേ. കുട്ടികൾക്കൊക്കെ ഇഷ്ടമായി. എൻ്റെ മക്കൾക്ക് സ്നാക്സ് എന്തെങ്കിലും കഴിക്കുന്ന ശീലം അവർക്കുണ്ടേ. അപ്പോൾ കടയിൽ നിന്ന് എപ്പോഴും മേടിച്ച് കൊടുക്കൂല, എപ്പോഴും ഇടയ്ക്കൊക്കെ ഇങ്ങനെ ഉണ്ടാക്കി കൊടുത്താൽ പിന്നെ അവർക്ക് ഇഷ്ടമാവുമല്ലോ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.